ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അച്ഛൻ സത്യം പറയൂ? പിന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത് എന്താണ് പ്രശ്നം? പറ. യേശുവിന് കാറ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. മോളെ ഞാൻ പറയാം. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛൻ ഇന്നലെ അച്ഛൻ്റെ 2 കൂട്ടുകാരുമായിട്ട് ബാറിൽ കയറി അടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് കേശു കണ്ടു. കേശു കണ്ടപാടെ അച്ഛൻ കേശുവിനോട് പറഞ്ഞു, ദൈവം ഇത് സീതയോട് ഇത് എന്ന് പറയരുത്, വീട്ടിൽ ആരും ഇത് അറിയരുത് കുടിച്ചിട്ട് വരുന്നതേ. കേശു അപ്പൊ അത് സമ്മതിച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കേശുവിന്റെ സ്വഭാവം മാറി. കേശു ബ്ലാക്ക് മെയിൽ ചെയ്തു. കേക്ക് കേക്ക് ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അവൻ നല്ല ഉടായിപ്പാണ്. ജനാർദ്ദനം കുടിക്കൂ? പിന്നെ നീങ്ക എതുക്ക് ബാർക്ക് പോനീങ്ക? കൂട്ടുകാര് കമ്പനിക്ക് വിളിച്ചപ്പോ അവരുടെ കൂടെ ഒരു സോഡ കുടിക്കാൻ വേണ്ടി പോയതാ. അല്ല അച്ഛാ, അവൻ ഇത്രയും വലിയൊരു ബ്ലാക്ക് മെയില് ജസ്റ്റ് ഒരു കാറിലും ഒതുക്കിയോ? ജസ്റ്റ് ഒരു കാറോ? അല്ല, അവന്റെ സ്വഭാവം വെച്ചിട്ട് വേറെ പലതും ചോദിക്കേണ്ടതാണ്. മോളെ, ഇന്നലെ രാത്രി മുതൽ അവന്റെയും കൂട്ടുകാരന്റെയും ഫുഡ്, ഇന്നലെ പുതിയതായിട്ട് പുറത്തിറങ്ങിയ തമിഴ് സിനിമയുടെ ടിക്കറ്റ്, ഈ നിമിഷം വരെ അവരെന്റെ നിലവിലാണ്. അച്ഛൻ എന്തോ കാര്യമുണ്ട് അച്ഛാ, പറഞ്ഞുകൊണ്ടിരുന്നത് പറ്റത്തില്ലെന്ന്. ഞാൻ ആലോചിച്ചപ്പോ നമ്മുടെ പിള്ളേരല്ലേ, ഞാനും എന്റെ കൂടെ അങ്ങ് കൂടി, അത്രേ ഉള്ളൂ. சரி, இப்ப அந்த விஷயம் முடிஞ்சது. நம்ம காரை பத்தி பேசுவோமா? ഇന്ത വിഷയം മുടിഞ്ഞൂന്ന് ആരാ പറഞ്ഞേ? വിഷയം തുടങ്ങാൻ പോണല്ലേ, കഥ ഇനി തുടങ്ങണേ ഉള്ളൂ. ചേച്ചി പുതിയ കഥ എഴുതാൻ പോണോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഇതേവരെ കഴിഞ്ഞിട്ട് എത്ര നേരമായി തുടങ്ങിയിട്ട്? അച്ഛൻ പറഞ്ഞത് അച്ഛൻ ബാറിന്റെ ഫ്രണ്ടിൽ വെച്ച് അവനെ കണ്ടൂന്നല്ലേ? ആ അതെ. എന്റെ ചോദ്യം, കേശു എന്തിന് അവിടെ വന്നു? അത് ശരിയാണല്ലോ. കേശു എന്തിനാ മാറിപ്പോയേ? എന്തിനാ മാറിപ്പോയേ? என்ன லட்சு இது? நீ என்ன அவனை சந்தேகப்படுறியா? பாருக்கு வெளியில தானே அவங்க பார்த்தாங்க. கேசு குடிக்க எல்லாம் மாட்டான். മാട്ടയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അച്ഛാ, എന്റെ അവസാനത്തെ ചോദ്യം. ഇനിയും ചോദ്യോ? ഒരു ലോഡ് ചോദ്യം കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ശരി, ചോദിക്ക്. അച്ഛൻ എവിടെ വെച്ചാണ് ശരിക്കും കേശുവിനെ കണ്ടത്? ഞാൻ ബാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബാറിന്റെ വാതിക്കൽ വെച്ചിട്ടാണ് കേശുവിനെ കാണുന്നത്. ബാറിന്റെ വാതിക്കൽ വെച്ചിട്ടല്ലേ? ആ അതെ. അതായത് അച്ഛൻ ബാറിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കേശു അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരുന്നോ? അത് കൃത്യമായിട്ട് ഓർക്കണില്ല. അവിടെ വെച്ചിട്ടാണ് കണ്ടത്. കേശു അച്ഛനെ കണ്ടപ്പോ കേശു പരിങ്ങിയായിരുന്നു? പരിങ്ങിട്ടുണ്ടാവണമല്ലോ, ഞാൻ ഓർക്കണില്ല. എന്നാലും അവനൊന്ന് പരിങ്ങിട്ടുണ്ടാവും. അച്ഛൻ പരിങ്ങിയായിരുന്നോ? അച്ഛൻ പരിങ്ങുന്ന, ഞാൻ പേടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു ഓടാൻ പോയതാണ്. പക്ഷെ അവൻ അപ്പോഴേക്കും എന്നെ കണ്ട്. അപ്പൊ ഞാൻ നേരെ ചെന്ന് അവന്റെ മുമ്പിൽ കീഴടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു കേശു, എന്നെ ബാറിൽ കണ്ട കാര്യം നീ ഇവിടെ വന്ന് പറയല്ലേ, അത് മാത്രമല്ല പ്രത്യേകിച്ച് സീതനോട് പറയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് മുതലാക്കിയിട്ടാണ് കേശു അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്യണത് അല്ലേ? ആദ്യമൊക്കെ അവൻ മര്യാദക്കാരനായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ അവന്റെ സ്വഭാവം മാറി. ഒരു ലാസ്റ്റ് ചോദ്യം കൂടെ. ഇത് തീർന്നില്ല. ഇത് ശരി, ചോദിക്കും. അവൻ അവിടെ ഒറ്റയ്ക്കായിരുന്നോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവന്റെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരുടെ പേരെന്തെങ്കിലും ഓർമ്മയുണ്ടോ? പേരൊന്നും ഞാൻ ഞാൻ ഓർക്കണല്ല. പേര് വേണ്ട. കണ്ടാ തിരിച്ചറിയുന്ന അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കണ്ടാ തിരിച്ചറിയുന്ന അടയാളം എന്താണ്? ഒരു മാന്യന്റെ ലുക്കാണ്, പക്ഷെ കയ്യിലിരിപ്പ് മഹാ ഉടായിപ്പാണ്. ചേച്ചി, മാന്യന്റെ ലുക്ക്, ഉടായിപ്പ്, കയ്യിലിരിപ്പ്. ജോഷുവ? അത് തന്നെ, ജോഷുവ. അത് തന്നെയാണ് പേര്. കേശു വിളിക്കണേ ഞാൻ കേട്ടാണ്. മതി, എനിക്ക് ഇത്രയും അറിഞ്ഞാ മതി. ബാക്കി വെച്ച് കേശു ശരി തരാം.